ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി. വികസന നായകന്റെ മൂന്നാം വരവ് എന്ന പേരിൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ധർമ്മടത്തിന് തുടക്കമായിരിക്കുന്നത്. ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. ദീപക്, ഒരേ ഒരു PB അംഗമാണ് മത്സരരംഗത്തുള്ളത്, പിണറായി വിജയൻ. ധർമ്മടത്ത് തന്നെ അദ്ദേഹം മത്സരിക്കുന്നു. അവിടെ ഇതിനോടകം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പോസ്റ്ററും രംഗത്ത് വന്നിരിക്കുന്നു. അതായത് ഒരു ചുവട് മുൻപേ എന്ന നിലയിലേക്ക് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കടന്നു കഴിഞ്ഞു. കാരണം നേമത്ത് വി ശിവൻകുട്ടിയുടെ റോഡ് ഷോ, വലിയ പോരാട്ടം നടക്കുന്ന നേമത്തിന് പിന്നാലെ വട്ടിയൂർക്കാവിൽ VK പ്രശാന്തിന്റെ റോഡ് ഷോ, ഇപ്പോൾ വികസന നായകന്റെ മൂന്നാം വരവ് എന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്റർ അദ്ദേഹം മത്സരിക്കുന്ന ധർമ്മടത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഗോപികൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ശരി. അതായത് ധ്യാനേഷ് കുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ആദ്യ മിനിറ്റിൽ തന്നെ കളം പിടിക്കുന്നത് LDF ആണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് നമ്മൾ വസ്തുതാപരമായി പറഞ്ഞാൽ ടെലിവിഷൻ സ്ക്രീനുകളിലെല്ലാം കാണാനുള്ളത് LDF സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ, ഒപ്പം തന്നെ LDF സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ, നേതാക്കളുടെ പ്രതികരണം. അതിൽ നിന്നും വ്യത്യസ്തമായി ആകെ വന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാർത്താ സമ്മേളനം മാത്രമാണ്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എപ്പോൾ എവിടെ വെച്ച് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലതാനും. ആ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വികസന നായകന്റെ മൂന്നാം വരവെന്ന പോസ്റ്റർ ധർമ്മടത്ത് പ്രചരിക്കുന്നത്. തൊട്ടുപുറകെ തന്നെ വിവിധ സ്ഥാനാർത്ഥികളുടെ, ഗോപി പറഞ്ഞതുപോലെ നേമത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ ടൈറ്റ് ഫൈറ്റ് ത്രികോണ മത്സരം നടത്താവുന്ന BJP പിടിക്കുമെന്ന് അവകാശപ്പെടുന്ന മണ്ഡലത്തിൽ ശിവൻകുട്ടിയുടെ റോഡ് ഷോ നടക്കുന്നു. കോഴിക്കോട് ഇപ്പോൾ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു, M മെഹബൂബ് മാധ്യമങ്ങളെ കാണുന്നു. 7 മണിക്ക് ബേപ്പൂരിൽ വലിയ റോഡ് ഷോ ആസൂത്രണം ചെയ്തിരിക്കുന്നു. അതുപോലെ പിണറായിയിൽ ധർമ്മടത്ത് ചെറുതും വലുതുമായ പ്രകടനങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ ധ്യാനേഷ് കുമാർ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നോട്ടിഫിക്കേഷൻ വരുന്നു, ആദ്യ മിനിറ്റിൽ തന്നെ ഇടതുമുന്നണി സൈബർ ഇടത്തിൽ, TV സ്പേസിൽ, മറ്റു പ്രചരണത്തിൽ എല്ലാം തന്നെ കളം പിടിക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ നേരത്തെ തന്നെ ക്യാമ്പയിൻ മെറ്റീരിയലുകൾ എല്ലാം തയ്യാറാക്കിയിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെയാണ്. പ്രഖ്യാപനം ഉടനെ തന്നെ ഉണ്ടാവുന്നത് CPI-യുടേതായിരുന്നു. നേരത്തെ തന്നെ ഇടതുമുന്നണി കൺവീനർ 24-നോടാണ് പറഞ്ഞത് ഓരോ പാർട്ടികളായി പ്രഖ്യാപിക്കും. CPI-യുടെ പ്രഖ്യാപനം ബിനോയ് വിശ്വം നടത്തുന്നു. തൊട്ടുപുറകെ MV ഗോവിന്ദൻ മാസ്റ്റർ CPIM-ന്റെ പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെ ഘടകകക്ഷികളുടെ ലൈനപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായി ആദ്യ മണിക്കൂറിൽ കളം പിടിക്കുന്നു. ഒരു മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകാൻ പോകുന്നു എന്ന പ്രതീതി പ്രചാരണത്തിലൂടെ ഉണ്ടാക്കാൻ കൂടിയാണ് ഈ വികസന നായകന്റെ മൂന്നാം വരവെന്ന പോസ്റ്റർ നൽകുന്ന സൂചന. ഗോപികൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. വികസന നായകന്റെ മൂന്നാം വരവ് എന്ന് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച് ഉൾപ്പെടുത്തുന്ന പോസ്റ്റർ ധർമ്മടത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇടതുമുന്നണി നേരത്തെ ധർമ്മടം സൂചിപ്പിച്ചതുപോലെ തന്നെ, ദീപക് ധർമ്മടം പറഞ്ഞതുപോലെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു. 24-ാം ദിനം, ഇന്നു മുതൽ 24-ാം ദിനം കേരളം വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് CPI-യും കടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.